അവിടെ ഈ വെള്ളം കയറി കഴിഞ്ഞാല് രക്ഷപ്പെട്ടോണ്ട് ഞങ്ങൾക്ക് റെസ്ക്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല. കേട്ടായിരുന്നോ വിഷ്ണു? അത് കേട്ടായിരുന്നോ ബേസിൽ വിഷ്ണു അത് പറഞ്ഞത്? കേട്ടിരുന്നോ? അല്ല ഞാനല്ല, അല്ലെ ഞാൻ നേരത്തെ ബേസിൽ പറയക്കൂടി ഈ കഴിഞ്ഞ 4 ദിവസവും കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചത് ഈ സർക്കാർ എന്ത് ചെയ്യുകയാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ എന്നാണ് ചോദിച്ചത്. ഏകോപനത്തിലെ വലിയ തരത്തിലുള്ള പരാജയം, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടും വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താതെ ഇരിക്കുക, മുഖ്യമന്ത്രി എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകേണ്ട മുഖ്യമന്ത്രി പൊന്നാനിയിൽ വിരുന്നുണ്ണാൻ പോയതടക്കം കേരളം കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരം എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് നിങ്ങൾ ചെയ്തത്. ബേസിൽ പറയക്കൂടി ഈ ഭരണകൂടം സതീശൻ സർക്കാർ ഈ മഴക്കാലക്കെടുതിയെ നേരിടുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുകയാണ്. അതായത് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ പറയുന്ന വി.ഡി. സതീശൻ സർക്കാർ ഈ മഴ കെടുതിയെ അതിജീവിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഒന്നടങ്കം പറയുക എന്നൊക്കെ ആങ്കർ പറയണ്ടേ? ആരാണ് ആങ്കർ പറയുന്നത്? ആങ്കർ പറഞ്ഞല്ലോ കേന്ദ്രത്തിൽ നിന്നും ഈ പറയുന്ന പോലെ ഇൻഫർമേഷൻ വന്നു, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നൊക്കെ ആങ്കർ പറയുമ്പോൾ നിങ്ങൾ വെറുതെ, അതായത് നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് എന്ത് ചെയ്യണം, അത് ക്ലിയറായിട്ട് എന്ത് ചെയ്യണം, കാര്യങ്ങൾ പറയണം. ഇപ്പോൾ ലീഗ് വിരുന്ന് എന്ന് പറയുന്നൊരു സാധനം, അതായത് ഈ പറയുന്ന പോലെ പിണറായി വിജയൻ്റെ സമയത്ത് പിണറായി വിജയൻ ഈ നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും പിണറായി വിജയൻ നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പോയതുകൊണ്ടല്ല നിപ്പയും ഈ പറയുന്ന കോവിഡും ഈ പറയുന്ന പ്രളയവും കേരളത്തിന് മുന്നിൽ നിന്നും പോയത്. അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് സർക്കാരാണ് വിരുന്നൊരുക്കിയതെങ്കിൽ, അല്ലെങ്കിൽ വി.ഡി. സതീശൻ ഒരുക്കിയ വിരുന്നാണെങ്കിൽ മനസ്സിലാക്കാം. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഉൾപ്പെടെ അതിന് ക്രിസ്റ്റൽ ക്ലിയറായി മറുപടി തന്നു. 3 മണിക്ക് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോയത്. ഒരു ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയതിൽ എന്ത് തെറ്റാവുള്ളത്? എന്ത് തെറ്റാണ്? ഒരു മനുഷ്യന് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കണം. അല്ലെങ്കിൽ വി.ഡി. സതീശൻ മുൻകൂട്ടി തീരുമാനിച്ച് വി.ഡി. സതീശൻ നടത്തിയ ഒരു ഇവന്റ് പ്രോഗ്രാം ആണെങ്കിൽ, വി.ഡി. സതീശൻ നടത്തിയ ഒരു വിരുന്നാണെങ്കിൽ, വി.ഡി. സതീശൻ നടത്തിയ ഇഷ്ടക്കാരെ വിളിച്ചു ചേർത്തുകൊണ്ട് വിഭവസമൃദ്ധമായിട്ട് നടത്തിയ ഒരു വിരുന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് അങ്ങനെയല്ല. ഒരു പാർട്ടിക്കാരൻ്റെ, ഒരു UDF-കാരൻ്റെ, ഒരു ലീഗുകാരൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചില്ല, ഒരു തെറ്റുമില്ല. എന്ത് തെറ്റാവുള്ളത്? ഈ പറയുന്ന പോലെ നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും പിണറായി വിജയന്റെ നിരാഹാര സമരത്തിലൂടെ അല്ലല്ലോ കേരളത്തെ രക്ഷപ്പെടുത്തിയത്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയും UDF-ഉം ഈ പറയുന്ന UDF-ന്റെ സർക്കാർ മുന്നോട്ട് പോയി. അതായത് LDF ഇന്ന് പ്രതിപക്ഷത്തിരിക്കുക. ഒരുപാട് കുത്തിപ്പൊക്കലുകൾ കൊണ്ടുവന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് കുത്തിപ്പൊക്കലുകൾ കൊണ്ടുവന്നു. PM ശ്രീയുടെ വിഷയം കൊണ്ടുവന്നു. ഒപ്പിട്ട് അതായത് നമ്മൾ ഈ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ മഴക്കാല ഈ പ്രവർത്തനങ്ങൾ, മഴക്കെടുതി, അതിൽ എന്ത് നിലപാടാണ്, എന്ത് കാര്യമാണ് ചെയ്തതെന്നുള്ള ചോദ്യമാണ്. PM ശ്രീ അടക്കമുള്ള വിഷയങ്ങൾ നിങ്ങളെടുത്ത നിലപാട് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. പിന്നെ ബേസിൽ ഈ വിരുന്നുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കാത്ത വി.ഡി. സതീശൻ തന്നെ പറഞ്ഞു 3 മണിക്ക് ആഹാരം കഴിക്കുന്ന ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ല. ഏത് സമയത്താണ് ആഹാരം കഴിക്കാൻ പോയെന്നുള്ള വിഷയം, അതാണ് വിഷയം. ഞങ്ങൾ കേരളത്തിൽ ഒരുപക്ഷെ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. നമ്മളെല്ലാ കാലത്തും കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി ഇവിടെ വള്ളം തുഴഞ്ഞ് അവിടെ ചെന്ന് ആളുകളെ രക്ഷിക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ എല്ലാ തരത്തിലുള്ള ഏകോപനവും നേതൃത്വം കൊടുത്തുകൊണ്ട് അതിന് വേണ്ടുന്ന എല്ലാ വകുപ്പുകളും ഏകോപിപ്പിക്കുക, മന്ത്രിമാരെ വേണ്ടുന്ന രീതിയിൽ വിനിയോഗിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആ മേഖലയിലൊന്നും, ആ മുഖങ്ങളിലൊന്നും വി.ഡി. സതീശനെ കണ്ടില്ല. ചിത്രങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നല്ല രീതിയിൽ മൃഷ്ടാന്ന ഭോജനം കഴിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ 31-ാം തീയതി വി.ഡി. സതീശൻ ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്നുള്ള ഒറ്റ ചോദ്യമാണ്. ഇനി ഞാൻ ആൻസർ ചെയ്തോട്ടെ. ഞാൻ ആൻസർ ചെയ്യുമ്പോൾ ഇടയ്ക്ക് കയറരുത്. ഞാൻ ആൻസർ ചെയ്തോട്ടെ ഇനി. ഓക്കെ. അതായത് ഈ പറയുന്ന LDF എന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ ആങ്കർക്ക് അതിൻ്റെ അകത്ത് എന്തില്ല. ഈ പറയുന്ന ആങ്കർ പ്രക്ഷോഭം നടത്തിയിട്ട് കാര്യമില്ല. ആങ്കർ ഈ പറയുന്ന പോലെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ല. ആങ്കർ ഞാനത് പറയുന്ന ഉത്തരം വീര്യം കുറഞ്ഞ മദ്യത്തിനുൾപ്പെടെ കാര്യം വന്നപ്പോൾ അത് ആരാ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ അത് ചീറ്റിപ്പോയി. പിന്നെ വിഴിഞ്ഞത്തിന് കാര്യം ചീറ്റിപ്പോയി. പിന്നെ ഹെലികോപ്റ്റർ കാര്യം പറഞ്ഞു, അതും ചീറ്റിപ്പോയി. ഇതുപോലെ അതായത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യേണ്ട ഡ്യൂട്ടി, അതായത് എല്ലാ കളക്ടർമാരെയും വിളിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ വകുപ്പ് മന്ത്രിമാർക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ മന്ത്രിമാർക്കും ജില്ലയുടെ ചാർജ് വഹിച്ചുകൊണ്ട് PC വിഷ്ണുനാഥ് ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഈ സംഭവം, അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ വി.ഡി. സതീശൻ എന്തായാലും പോയി തോണിയിൽ പോയി ആളുകളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. ഈ സാധനത്തിന്റെ, അതായത് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആൾ ഒരു സിസ്റ്റത്തിന്റെ ഹെഡിലിരിക്കുന്നയാൾ, അദ്ദേഹം ചെയ്യേണ്ട ഡ്യൂട്ടി
ഹിസ് ഡ്യൂട്ടി, അദ്ദേഹം ആ ഡ്യൂട്ടി വളരെ കൃത്യമായി ചെയ്തു. AP അനിൽകുമാറിന്, കേരളത്തിലെ റവന്യൂ മിനിസ്റ്റർ AP അനിൽകുമാറിന് ഇതിന്റെ ചുമതല കൊടുത്തുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഇന്നുൾപ്പെടെ AP അനിൽകുമാർ എത്തിക്കൊണ്ട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ PC വിശ്വനാഥ് ഉൾപ്പെടെ, പഴകുളം മധു ഉൾപ്പെടെ, അബിൻ വർക്കി ഉൾപ്പെടെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ട് ഇറങ്ങി പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർ ലിഫ്റ്റിംഗ് സൗകര്യം ഉൾപ്പെടെ AP അനിൽകുമാർ നേതൃത്വത്തിൽ എയർ ലിഫ്റ്റിംഗ് സൗകര്യം ഉൾപ്പെടെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് ഉൾപ്പെടെ നൽകുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരിതം, അപ്പോൾ ആ ദുരന്തത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രിക്കോഷൻസ് കൊടുത്തുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കയ്യിൽ പറയാൻ ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ പൊതുജനം ഇങ്ങനെ പറഞ്ഞു, പൊതുജനം അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്ത് പറയുക, നിങ്ങളൊരു പുകമറ സൃഷ്ടിക്കുകയല്ല വേണ്ടത്. ബേസിൽ ചർച്ചയിൽ നമുക്ക് വളരെ, ഞാൻ പറഞ്ഞു ബേസിലിന്റെ പലപ്പോഴും ഞാൻ ചർച്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബേസിൽ ഈ വിഷയത്തിലേക്ക് വരാതെ വീട്ടിൽ പറയുന്ന PC വിഷ്ണുവിനെ പറഞ്ഞോണ്ടല്ലോ, PC വിഷ്ണുനാഥ് എന്തോ ചെയ്തു എന്നാണല്ലോ. PC വിഷ്ണുനാഥ് അല്ല ബേസിൽ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, PC വിഷ്ണുനാഥ് ഇന്നേ പത്തനംതിട്ട പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണെന്ന് അറിയാം, ബേസിൽ കേട്ടിട്ടുണ്ടാകും. അതായത് അവിടെ ഈ വെള്ളം കയറി കഴിഞ്ഞാല് രക്ഷപ്പെട്ടോണ്ട് ഞങ്ങൾക്ക് റെസ്ക്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല. കേട്ടായിരുന്നോ വിഷ്ണുനാഥ്? കേട്ടായിരുന്നോ ബേസിൽ വിഷ്ണുനാഥ് പറഞ്ഞത്? കേട്ടിരുന്നോ? അല്ല ഞാനല്ല, അല്ലെ ഞാൻ നേരത്തെ ബേസിൽ പറഞ്ഞ പോലെ ഞാനല്ല മറുപടി ഉണ്ട്. ശ്രീ സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, സുരേഷ്